ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ പൂർവ്വ മേഖലയുടെ വികസനം എന്ന ലക്ഷ്യം കൈവരിക്കാനുള്ള പരിശ്രമത്തിലാണ് കേന്ദ്ര സർക്കാരെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാന സ്കൂൾ കലോത്സവം തൃശൂരിൽ കൊടിയിറങ്ങി. കലാകിരീടം നേടി കണ്ണൂർ. തൃശൂർ ജില്ലയ്ക്ക് 2ാം സ്ഥാനം. കല മനുഷ്യത്വത്തിന്റെയും കരുതലിന്റെയും അടയാളമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കേരളത്തിലെ പാൽ ഉൽപാദനം 10 ലക്ഷം ലിറ്ററിൽ അധികം വർദ്ധിച്ചതായി മന്ത്രി ജെ ചിഞ്ചുറാണി. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ പൊന്നാനി തുറമുഖത്ത് സ്ഥാപിക്കുന്ന വൻകിട കപ്പൽ നിർമ്മാണശാലയ്ക്കുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയായി. ന്യൂസിലൻഡിനെതിരായ 3ാം ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് 338 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. വികസിത കിഴക്കൻ ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കാനുള്ള പരിശ്രമത്തിലാണ് കേന്ദ്ര സർക്കാരെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമബംഗാളിൽ 830 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. ഉൾനാടൻ ജലഗതാഗത ടെർമിനലും റോഡ് മേൽപ്പാലവും ഉൾപ്പെടെ ബാലഗഡിൽ വിപുലീകൃത പോർട്ട് ഗേറ്റ് സംവിധാനത്തിന്റെ തറക്കല്ലിടൽ പ്രധാനമന്ത്രി നിർവഹിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവം കൊടിയിറങ്ങി. 1028 പോയിന്റുമായി കണ്ണൂർ കലാകിരീടം നേടി. 1023 പോയിന്റ് നേടി തൃശൂർ 2ാം സ്ഥാനവും 1017 പോയിന്റ് നേടി കോഴിക്കോട് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. കലോത്സവത്തിന്റെ 1ാം വേദിയായ സൂര്യകാന്തിയിൽ തിങ്ങി നിറഞ്ഞ ആയിരങ്ങളെ സാക്ഷിയാക്കി സായാഹ്നത്തിൽ കണ്ണൂർ ജില്ല കലയുടെ സുവർണ്ണക്കപ്പുയർത്തി. ആതിഥേയരായ തൃശൂരിനെ അവസാന നിമിഷം വരെ നീണ്ടുനിന്ന ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ പിന്തള്ളിയാണ് കണ്ണൂർ സുവർണ്ണ കിരീടത്തിൽ മുത്തമിട്ടത്. മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ 1028 പോയിന്റുകളുമായാണ് കണ്ണൂർ ഒന്നാമതെത്തിയത്. തൊട്ടുപിന്നാലെ 1023 പോയിന്റുകളുമായി തൃശൂർ 2ാം സ്ഥാനം നേടി. ഒരു ഘട്ടത്തിൽ തൃശൂർ മുന്നിലെത്തിയെങ്കിലും അവസാന ഫലങ്ങൾ പുറത്തുവന്നതോടെ കണ്ണൂർ കലാകിരീടം ഉറപ്പിക്കുകയായിരുന്നു. 1017 പോയിന്റുകളുമായി 3ാം സ്ഥാനത്തെത്തിയത് കോഴിക്കോട് ജില്ലയാണ്. കുട്ടികൾ തങ്ങളിലെ കലയെ യുവജനോത്സവ വേദികളിലേക്ക് മാത്രമായി ചുരുക്കരുതെന്ന് ചലച്ചിത്ര താരം മോഹൻലാൽ പറഞ്ഞു. വൈകുന്നേരം തെക്കിൻകാട് മൈതാനത്ത് നടന്ന സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു. കല മനുഷ്യത്വത്തിന്റെയും കരുതലിന്റെയും അടയാളമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കലോത്സവത്തിൽ മത്സരിക്കാൻ കഴിയാതെ പോകുന്നവരുടെ കണ്ണീരൊപ്പാൻ നമുക്ക് സാധിച്ചു എന്നത് കിരീട നേട്ടത്തെക്കാൾ വലിയ കാര്യമാണെന്ന് ഞാൻ കാണുന്നു. കല എന്നത് വെറുമൊരു മത്സരമല്ല, മറിച്ച് അത് മനുഷ്യത്വത്തിന്റെയും കരുതലിന്റെയും കൂടി അടയാളമാണ്. ജയപരാജയങ്ങൾക്കപ്പുറം കലയെന്ന വികാരത്താൽ ഒന്നുചേർന്ന വമ്പൻ ജനസഞ്ചയമാണ് ഈ കലോത്സവത്തിന്റെ ശക്തി. കുട്ടികളിലെ കലാവാസന പരിപോഷിപ്പിക്കാൻ സ്കൂളുകളിൽ സ്പെഷ്യലിസ്റ്റ് അധ്യാപകരെ നിയമിക്കുവാനുള്ള നടപടികൾ വേഗത്തിലാക്കും. കലയും കായികവും പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ജോലി സുരക്ഷ ഉറപ്പാക്കാനുള്ള ശക്തമായ നടപടികളും സർക്കാർ സ്വീകരിക്കും. സംസ്ഥാന ക്ഷീര കർഷക സംഗമം പടവ് 2026 കൊല്ലത്ത് തുടക്കമായി. ക്ഷീരസംഗമം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ പാൽ ഉൽപാദനം 10 ലക്ഷം ലിറ്ററിലധികം വർദ്ധിച്ചതായി മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. ക്ഷീരസംഗമത്തിന്റെ ഭാഗമായി ആശ്രാമം മൈതാനത്തൊരുക്കിയ കേരള ഡയറി എക്സ്പോയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ആഭ്യന്തര പാൽ ഉൽപാദനം വർദ്ധിച്ചു വരികയാണെന്നും സംസ്ഥാനത്തിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി പശുക്കളെ വിതരണം ചെയ്യുന്നതിനായി ഓരോ പശു യൂണിറ്റിനും 1 ലക്ഷം രൂപ വരെ സബ്സിഡി അനുവദിച്ചതായും മന്ത്രി വ്യക്തമാക്കി. ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാപനങ്ങളിൽ മെൻസ്ട്രുവൽ കപ്പും നാപ്കിൻ സംസ്കരണത്തിനുള്ള ഇൻസിനറേറ്ററും വിതരണം ചെയ്യുന്നു. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മറ്റന്നാൾ ഉച്ചതിരിഞ്ഞ് കൊല്ലത്ത് മുട്ടറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിക്കും. സംസ്ഥാന ബജറ്റിൽ വകയിരുത്തിയ തുക ഉപയോഗിച്ച് നടപ്പാക്കിയ പദ്ധതിയിലൂടെ 1.69 ലക്ഷം മെൻസ്ട്രുവൽ കപ്പുകളാണ് വിതരണം ചെയ്യുന്നത്. 322 സ്ഥാപനങ്ങളിൽ ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കും. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ പൊന്നാനി തുറമുഖത്ത് സ്ഥാപിക്കുന്ന വൻകിട കപ്പൽ നിർമ്മാണശാലയ്ക്കുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയായി. കൊച്ചി കഴിഞ്ഞാൽ സംസ്ഥാനത്തെ 2ാമത്തെ കപ്പൽശാലയാണ് പൊന്നാനിയിൽ യാഥാർത്ഥ്യമാവുന്നത്. ആദ്യഘട്ടത്തിൽ 200 കോടിയോളം രൂപയുടെ നിക്ഷേപമാണ് പ്രതീക്ഷിക്കുന്നത്. കപ്പൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനും ആരംഭിക്കും. കപ്പൽ യാർഡ് തുടങ്ങുന്നതിന് പിന്നാലെ ചരക്ക് നീക്കവും ആരംഭിക്കും. വികസന കാര്യത്തിൽ ജനങ്ങളുടെ ആവശ്യമാണ് ആദ്യം നടപ്പാക്കേണ്ടതെന്നും അതിനുശേഷം മതി രാഷ്ട്രീയ പാർട്ടികൾ ക്രെഡിറ്റിനുവേണ്ടി അവകാശമുന്നയിക്കുന്നതെന്നും കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. പാലക്കാട് അകത്തേത്തറ ഗ്രാമപഞ്ചായത്ത് സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. PM വിശ്വകർമ്മ പദ്ധതി പ്രകാരം കരകൌശല വിദഗ്ധരെ പങ്കെടുപ്പിച്ച് സംഘടിപ്പിക്കുന്ന PM വിശ്വകർമ്മ ഹാത്ത് 2026 ന്യൂഡൽഹിയിൽ തുടക്കം. രാജ്യത്തിന്റെ സമ്പന്നമായ കരകൌശല പൈതൃകം ആഘോഷിക്കാനും പ്രദർശിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് PM വിശ്വകർമ്മ ഹാത്ത് സംഘടിപ്പിക്കുന്നത്. ന്യൂസിലൻഡിനെതിരായ മൂന്നാം ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് 338 റൺ വിജയലക്ഷ്യം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ന്യൂസിലൻഡ് 50 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 337 റൺ എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ 5 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 30 റൺ എടുത്തിട്ടുണ്ട്. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയും ഇന്ത്യൻ കളരിപ്പയറ്റ് ഫെഡറേഷനും സംയുക്തമായി സംഘടിപ്പിച്ച ഖേലോ ഇന്ത്യ കളരിപ്പയറ്റ് നാഷണൽ ലീഗ് അണ്ടർ 18 മത്സരത്തിൽ 10 സ്വർണ്ണ മെഡലുകൾ നേടി കേരളം കിരീടം ചൂടി. 3 സ്വർണ്ണ മെഡലുകൾ നേടി കർണാടകം 2ാം സ്ഥാനവും 2 സ്വർണ്ണ മെഡലുകൾ നേടി ഡൽഹി 3ാം സ്ഥാനവും 1 സ്വർണ്ണ മെഡൽ നേടി തമിഴ്നാട് 4ാം സ്ഥാനവും സ്വന്തമാക്കി. തിരുനാവായയിലെ നിളാതീരത്ത് നാളെ ആരംഭിക്കുന്ന മഹാമാഘ മഹോത്സവം എന്ന പ്രഥമ കേരള കുംഭമേളയ്ക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി. വിശദാംശങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി M സുരേഷ് ബാബു. പരിപാടിയിൽ പങ്കെടുക്കാൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സന്യാസിമാർ ഉൾപ്പെടെയുള്ളവർ തിരുനാവായയിൽ എത്തിത്തുടങ്ങി. നാളെ രാവിലെ 11 മണിക്ക് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ധർമ്മധ്വജാരോഹണം നടത്തി മേള ഉദ്ഘാടനം ചെയ്യും. പിതൃദേവ പ്രീതിക്കായി വിശേഷാൽ പൂജകൾ കഴിഞ്ഞ 16-ാം തീയതി മുതൽ നിളാതീരത്ത് നടന്നുവരികയാണ്. ചെറുമുക്ക് വൈദികൻ വല്ലഭൻ അക്കിത്തിരിപ്പാടിന്റെ മേൽനോട്ടത്തിൽ വേദശ്രാദ്ധ കർമ്മങ്ങൾ നിളയോരത്ത് പുരോഗമിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്നും ചെന്നൈ താമ്പരത്തേക്കും ഹൈദരാബാദിലേക്കും അമൃത് ഭാരത് ട്രെയിനുകൾ അനുവദിച്ചെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചതായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കൂടാതെ ഗുരുവായൂരിനും തൃശൂരിനുമിടയിൽ പുതിയ ട്രെയിനിനും അനുമതിയായിട്ടുണ്ട്. ദേവികുളത്തെ CPM മുൻ MLA S രാജേന്ദ്രൻ BJPയിൽ ചേർന്നു. തിരുവനന്തപുരത്ത് BJP ആസ്ഥാനത്തെത്തി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൽ നിന്നാണ് അംഗത്വം സ്വീകരിച്ചത്. കേരളത്തിന്റെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയെയും സംസ്കാരത്തെയും പ്രദർശിപ്പിച്ചുകൊണ്ട് സംസ്ഥാന ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ ഫോട്ടോ എക്സിബിഷൻ ലെൻഡ്സ്കേപ്പ് കേരളയ്ക്ക് മറ്റന്നാൾ ന്യൂഡൽഹിയിൽ തുടക്കമാകും. രാജ്യത്തെ 10 പ്രധാന നഗരങ്ങളിലായി 2.5 മാസത്തോളം നീളുന്ന പ്രദർശനം ന്യൂഡൽഹിയിലെ ട്രാവൻകൂർ പാലസ് ആർട്ട് ഗാലറിയിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. കോട്ടയം, എറണാകുളം ജില്ലകളിലേക്കും കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലേക്കും ആകാശവാണി പാർട്ട് ടൈം കറസ്പോണ്ടന്റിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷകർ ജില്ലാ ആസ്ഥാനത്ത് നിന്നും 10 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിരതാമസക്കാരായിരിക്കണം. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ പൂർവ്വമേഖലയുടെ വികസനം എന്ന ലക്ഷ്യം കൈവരിക്കാനുള്ള പരിശ്രമത്തിലാണ് കേന്ദ്ര സർക്കാരെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാന സ്കൂൾ കലോത്സവം തൃശൂരിൽ കൊടിയിറങ്ങി. കലാകിരീടം നേടി കണ്ണൂർ. തൃശൂർ ജില്ലയ്ക്ക് 2ാം സ്ഥാനം. കല മനുഷ്യത്വത്തിന്റെയും കരുതലിന്റെയും അടയാളമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കേരളത്തിലെ പാൽ ഉൽപാദനം 10 ലക്ഷം ലിറ്ററിൽ അധികം വർദ്ധിച്ചതായി മന്ത്രി ജെ ചിഞ്ചുറാണി. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ പൊന്നാനി തുറമുഖത്ത് സ്ഥാപിക്കുന്ന വൻകിട കപ്പൽ നിർമ്മാണശാലയ്ക്കുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയായി. ന്യൂസിലൻഡിനെതിരായ മൂന്നാം ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് 338 റൺ വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.